സിബി സത്യൻ പ്രതിപക്ഷത്തിന് പോലും ഇതിനെതിരെ ശബ്ദിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇത് ഇന്ത്യക്ക് ഗുണകരമായ ഒന്നാണ്. ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗുണകരമാകും, ഇന്ത്യ ഒടുവിൽ ഇതിൻ്റെ കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മോദിക്കെതിരെ സംസാരിക്കാം. പക്ഷേ അങ്ങനെ വരുന്നില്ലല്ലോ അല്ലേ. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹൈദരാബാദ് ഹൗസിൽ ഇന്ന് ഈ കരാർ ഒപ്പുവെച്ചതിന് ശേഷം എതിർത്ത് പറയാൻ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്നത് അല്ലേ. ഇനി ട്രംപിൻ്റെ ഒരു റിയാക്ഷൻ വരാനുണ്ട്, അതെന്താണെന്ന് കേൾക്കാം അല്ലേ അല്പസമയത്തിനകം. മഞ്ജുഷ, ഇതിനകത്ത് ഒന്ന് രണ്ട് രസകരമായ സംഗതി എന്ന് പറയുന്നത് ലോകം ഇന്നൊരു പ്രത്യേക ദശാസന്ധിയിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ദശാസന്ധിയിലെത്തിക്കുമ്പോൾ ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അയാൾ ഈ പറഞ്ഞ ഇൻസെയിനായിട്ട് ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ UN-നെ തകർക്കാൻ ശ്രമിക്കുന്നു, ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പുള്ളി ഡെൻമാർക്ക് പിടിച്ചെടുക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു കാലത്ത് ഈ ലോകം മൊത്തം താരിഫ് ഏർപ്പെടുത്തുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് US ആണ് നിലവിൽ. അപ്പോൾ ഈ മാർക്കറ്റിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ മാർക്കറ്റും ഈ അമേരിക്കയുടെ മാർക്കറ്റും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്കല്ല ഇതിനെ കാണേണ്ടത്, മറിച്ച് അവിടെ നിന്ന് നിലവിൽ വരുന്ന ഭീഷണിക്ക് ഒരു ബദൽ മാർഗം എന്ന നിലയ്ക്ക് നമ്മുടെ ട്രേഡിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു മാർഗം തന്നെയാണിത്. നിലവിൽ ഈ ഒരു കരാർ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ പ്രത്യേകിച്ച് ട്രംപ് എന്ന് പറയുന്ന ഒറ്റയാൾ ഈ ലോകത്തിനും ലോകക്രമത്തിനും ലോക സമാധാനത്തിനും മാരകമായ ഒരു ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇതുപോലൊരു ഡീൽ വളരെ അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിലവിലുള്ള അറിവുകളനുസരിച്ച്, നിലവിൽ കിട്ടുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും അനുസരിച്ച് ഈ ട്രേഡ് ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ ഗുണകരമാകും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനകത്ത് ഒന്ന് രണ്ട് ഏരിയകളിൽ നമുക്ക് ചില റെഡ് ഫ്ലാഗുകൾ കാണാതിരുന്നുണ്ട്. അതിലൊന്ന് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറിൻ്റെ കുറേ ഏരിയ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ട് രാജ്യങ്ങളിലെയും, കാരണം ഈ കൃഷി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ മാത്രമല്ല, ഇത് കൃഷി എന്ന് പറയുന്നത് എപ്പോഴും ലോക മാർക്കറ്റിലെ വിഭവങ്ങളുടെ ലഭ്യതയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ ഈ യൂറോപ്പിൽ നിന്ന് വളരെ വില കുറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരികയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വില കുറഞ്ഞ സാധനങ്ങൾ യൂറോപ്പിലേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് പ്രദേശങ്ങളിലെയും കർഷകർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് എങ്ങനെ അഫക്റ്റ്, അവിടെ നിന്ന് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് താരിഫ് ഇല്ലാതെ ഇറക്കുമതി ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറയും. അതെ, നമ്മുടെ കർഷകർക്ക് ചിലപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തിരിച്ച് സംഭവിക്കാം. നമ്മളുടെ ചില ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞതുപോലെ ചിലവ് കൂടുതലായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യാപാര രംഗത്തും ആ പ്രശ്നമുണ്ട്, എംഎസ്എംഇകളെയും ബാധിക്കാം. അതെ, അപ്പം ഈ കഴിഞ്ഞ ദിവസം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും യൂറോപ്യൻ യൂണിയൻ സമാനമായ ഒരു കരാറിൽ ഏർപ്പെടുകയും അതിനെതിരെ ഫ്രാൻസിലടക്കം കർഷകർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം കഴിഞ്ഞ അടുത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബീഫ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഈ അവിടുത്തെ യൂറോപ്പിലെ കർഷകർക്ക് ഭീഷണിയാകും എന്ന് പറയുന്ന ഒരു ന്യായത്തിൻ്റെ പുറത്താണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രത്യാഘാതങ്ങൾ തൽക്കാലം ആരും സംസാരിക്കുന്നില്ല, പുറത്തുവിടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീല് ഇറ്റ്സെൽഫ് ഈസ് ഗുഡ്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. പക്ഷേ ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് ഇനി വെറും ദിവസങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ, SME, അഗ്രി, ഈ 3 രംഗങ്ങളാണ് പ്രതിസന്ധി നേരിടാനുള്ള ഏറ്റവും ഉയർന്ന സാധ്യതയുള്ള 3 രംഗങ്ങൾ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT-യിൽ റിവേഴ്സായിട്ട് ചിലപ്പോൾ പ്രതിസന്ധികളുണ്ടാവും. കാരണം അതായത് വൻകിട കാർ കമ്പനികളുടെ കാറുകൾ ഇറക്കുമതി തീരുവയില്ലാതെ, താരിഫില്ലാതെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വിദേശ നിർമ്മിത ഹൈ എൻഡ് കാറുകളുടെ വില കുറയുമെന്നുള്ളതാണ്. അതെ. ഇപ്പം നമുക്ക് നോക്കാം, നമ്മൾ 135 മുതൽ 150% വരെയാണ് നിലവിൽ ഇറക്കുമതി തീരുവയെന്നാണ് എൻ്റെ ഓർമ്മ. അത് 200% ഓർക്കുന്നില്ല. 150 വരെയുണ്ട് കാറുകൾ അതോടെ ഇറക്കുമതി ചെയ്യുമ്പോൾ. അതെ, 110. അപ്പോൾ ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാറ് പകുതി വിലയ്ക്ക് ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ പോലെ സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളും വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന യൂറോപ്യൻ കാറുകൾക്ക് ഇന്ത്യൻ ബയേഴ്സ് കൂടുതലുണ്ടാവും. അപ്പം ഇത് ആത്യന്തികമായിട്ട് ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനികളെ ബാധിക്കുന്ന സംശയം വേണ്ട. എല്ലാ സെക്ടറിലും അങ്ങനെ. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു ഗുണനിലവാരം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യക്ക് ബീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത്തരമുള്ള കമ്പനികൾ, അപ്പോൾ ഉദാഹരണമായിട്ട് ഓട്ടോമൊബൈൽ ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഓട്ടോമൊബൈൽ രംഗത്ത് നമുക്കൊരു മാരുതിയോ ഒരു സാൻഡ്രോയോ അല്ലെങ്കിൽ ഒരു ഫോർഡോ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനി അല്ലെങ്കിൽ മഹീന്ദ്രയോ മാത്രമല്ല പ്രതിസന്ധി നേരിടുന്നത്. ഈ കാർ കമ്പനി എന്ന് വെച്ചാൽ ബേസിക്കലി അസംബ്ലിംഗ് യൂണിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സുകളും ഉണ്ടാക്കി കൊടുക്കുന്ന വേറെ 100 കണക്കിന് ചെറുകിട കമ്പനികൾ ഇതിന് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കമ്പനികളുടെ മുഴുവൻ
മുഴുവൻ വരുമാനത്തെ, അതായത് ഈ ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു MSMEകളുടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിനെ മൊത്തം ഇത് ബാധിക്കാം. അപ്പോൾ ഈ മാന്ദ്യം, അതായത് ഇന്ത്യൻ ഓട്ടോമൊബൈലിൽ കച്ചവടം വർദ്ധിക്കുകയും അതേസമയം തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിൽ മാന്ദ്യം നേരിടുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു അവസ്ഥാവിശേഷം ചിലപ്പോൾ സംജാതമാകാനുള്ള സാധ്യത അടക്കം ഇതിനകത്ത് നമുക്ക് കാണാതിരുന്നുകൂടാ. അപ്പോൾ നമ്മൾക്ക് അത് പഠിക്കേണ്ടിയിരിക്കുന്നു, അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ അതിനെ പറ്റിയിട്ട് ഈ പറഞ്ഞ ഈ ട്രേഡ് അസോസിയേഷനുകളും ബോഡികളും ഒക്കെ ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വരുമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു രംഗമാണ് നേരത്തെ പറഞ്ഞ IT-യിൽ ഈ പറഞ്ഞ നമുക്ക് സാങ്കേതികവിദ്യ കിട്ടുന്നു, പക്ഷേ അതുപോലെ തന്നെ ചീപ്പ് ലേബർ അങ്ങോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റു ചില പ്രതിസന്ധികൾ വീണ്ടും ഉടലെടുക്കാനുള്ള സാധ്യത അവിടെയുണ്ട് യൂറോപ്യൻ മാർക്കറ്റിൽ. അത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അത് വരിക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ അഗ്രി. നേരത്തെ പറഞ്ഞാൽ അഗ്രിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. കാരണം നമ്മൾ ബേസിക്കലി ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ 90കളിൽ കേട്ട ഘാട്ടുകരാർ അടക്കമുള്ള എല്ലാ വലിയ സംഭവങ്ങളിലും ഈ പറഞ്ഞ പോലെ അഗ്രി ട്രേഡ് ആണ് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിലനിന്നത്. അപ്പം ഈ അഗ്രിയെ നമ്മൾ എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ കുറേ ഏരിയ പ്രൊട്ടക്റ്റഡായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൊട്ടക്റ്റഡായിട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇനി വരും വർഷങ്ങളിൽ ഇതിനെല്ലാം വാതിൽ തുറന്നു കൊടുത്തേ പറ്റൂ. അതാണ് ഇത്തരം ഒരു കരാറുകളുടെ ബേസിക്കായിട്ടുള്ളൊരു അടിസ്ഥാന സ്വഭാവം. കാരണം ട്രേഡിൻ്റെ വലിപ്പം കൂടുമ്പോൾ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുകയും ഈ പറഞ്ഞതുപോലെ ലാഭകരമായ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ യൂറോപ്യൻ യൂണിയനിലെ കർഷക ബോഡികൾക്ക് താല്പര്യം വരികയും അവരതിനു വേണ്ടിയുള്ള സമ്മർദ്ദം അവരുടെ സർക്കാർ മുഖേന ചെലുത്തുകയും ചെയ്യും. അപ്പോൾ അത്തരം സംഭവങ്ങൾ നമ്മൾ ഭാവിയിൽ, അതായത് 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരമുള്ള ഏരിയാസ് ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ നിലവിൽ നമുക്കിതിൻ്റെ പൂർണ്ണമായൊരു ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ദയർ വിൽ ബി എഫക്റ്റ് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, അമേരിക്കയുമായുള്ള തീരുവ തർക്കം തുടരുന്ന ഒരു സമയത്താണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ചരിത്രപരമായി ഈ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് ട്രംപിനുള്ള മറുപടി എന്ന ഒറ്റ രീതിയിലുള്ള വിശേഷണമാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? പക്ഷേ ഇത് വർഷങ്ങളോളം ചർച്ച ചെയ്ത ഒരു കരാറാണ്, പെട്ടെന്നൊരു കരാറിലേക്ക് കൊണ്ടുവന്നെത്തിയതല്ല. നോക്കൂ, ഇത് ട്രംപിനുള്ള മറുപടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിനെ ചുരുക്കുന്നത് വളരെ ബാലിശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം 2007 മുതൽ നടക്കുന്ന ഡിസ്കഷനാണിത്. ഏകദേശം ഓൾമോസ്റ്റ് നിയർലി 20 years അത്രയും നാളായിട്ട് നടക്കുന്ന ആ ഒരു ഡിസ്കഷന് പിന്നെ ഈ അടുത്ത കാലത്ത് അതിന് കുറച്ച് വേഗം കൂടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഇപ്പം ഈ ട്രംപുമായിട്ടുള്ള ഈ ഇഷ്യൂവും കൂടെ അങ്ങ് യാദൃശ്ചികമായിട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു അങ്ങനൊരു കോയിൻസിഡൻസ് വന്നു എന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, ഇന്ത്യക്ക് ഇപ്പോഴും ട്രംപുമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അമേരിക്കയെ ഉപേക്ഷിക്കുന്നൊന്നുമില്ല, പക്ഷേ ഇന്ത്യയായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ അകത്തെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ എഗ്രിമെന്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മൾ ചില ഡേറ്റകൾ നമ്മളൊന്ന് നോക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.